നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2014 മാർച്ചിൽ കാണാതായ മലേഷ്യൻ വിമാനമായ MH370 ബോധപൂർവമുള്ള ആത്മഹത്യയാണെന്ന വെളിപ്പെടുത്തലുമായി മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ടോണി അബോട്ട് ഇപ്പോൾ രംഗത്തെത്തുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഒരു നടുക്കത്തിന്റെ കഥ കൂടി മുന്നോട്ട് വരികയാണ്. മലേഷ്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുതന്നെയാണ് വിശ്വസിച്ചിരുന്നതെന്നും അബോട്ട് പറഞ്ഞു. ക്യാപ്റ്റൻ സഹരി അഹമ്മദ് ഷായോ സഹ പൈലറ്റ് ഷാരിഖ് അബ്ദുൽ ഹാമിദോ ബോധപൂർവം MH370 തകർത്ത് ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് മലേഷ്യൻ വക്താക്കൾ വിശ്വസിച്ചിരുന്നത്. ഇക്കാര്യം അവർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അബോട്ട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബുധനാഴ്ച സംപ്രേഷണം ചെയ്ത സ്കൈ ന്യൂസ് ഡോക്യുമെന്ററിയിലാണ് അബോട്ടിന്റെ പ്രതികരണം എന്നതും ഏറെ ഞെട്ടിക്കുന്നു. അപ്രത്യക്ഷമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്യാപ്റ്റൻ വിമാനം കടലിൽ മുക്കിയെന്ന് മലേഷ്യ വിശ്വസിക്കുന്നുവെന്ന് ചിലർ തന്നോട് പറഞ്ഞതായി അബോട്ട് പറഞ്ഞു. എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടുമില്ല. മലേഷ്യൻ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ളവരാണ് ഇക്കാര്യം പറഞ്ഞത്. ഇവർ വളരെ നേരത്തെ തന്നെ പൈലറ്റിന്റെ നീക്കം കൊലപാതക ആത്മഹത്യയാകാമെന്നാണ് കരുതിയിരുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ആരോടാണ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. എന്നാൽ തനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഇത് പൈലറ്റിന്റെ കൊലപാതക ആത്മഹത്യയാണെന്ന് മലേഷ്യൻ വക്താക്കൾ മനസ്സിലാക്കിയിരുന്നുവെന്ന് അബോട്ട് പറഞ്ഞു. ഈ അവകാശവാദം ശരിയാണെങ്കിൽ പൈലറ്റുമാരിലാരോ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. ഒരേ സമയം ആത്മഹത്യയും കൂട്ടക്കൊലയുമായി ഈ പ്രവൃത്തി മാറുകയും ചെയ്തിരിക്കാം. 2014 മാർച്ച് 8-നാണ് കുവാലലംപൂരിൽ നിന്നും മലേഷ്യൻ വിമാനം ബീജിംഗിലേക്ക് പറന്നുയർന്നത്. 239 യാത്രക്കാരും വിമാന ജീവനക്കാരുമായി വിമാനം വൈകാതെ സമുദ്രത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു. വ്യാപകമായ തിരച്ചിലുകൾ പിന്നീട് നടത്തിയെങ്കിലും അവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ പോലും ലഭിച്ചില്ല. അതൊരു അപകടമായിരുന്നില്ല. വിമാനത്തിലുണ്ടായിരുന്ന ആരോ ഒരാൾ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രാവർത്തികമാക്കുകയായിരുന്നുവെന്ന് നേരത്തെ തന്നെ ചില വിദഗ്ധർ ആരോപിക്കുകയും ചെയ്തിരുന്നു. സമുദ്രത്തിലെ അജ്ഞാത മേഖലയിലേക്ക് മാറ്റിയ ശേഷം അപ്രത്യക്ഷമാവുന്ന പദ്ധതിയായിരുന്നു അതെന്നാണ് ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ഓഫ് കാനഡയിലെ ജീവനക്കാരനായിരുന്ന വാൻസ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ MH370 ദുരൂഹതകൾ നീങ്ങുകയാണ് എന്ന തന്റെ പുസ്തകത്തിന് വേണ്ടി വാസ് 1.5 വർഷത്തോളം മലേഷ്യൻ വിമാനത്തിലെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മലേഷ്യൻ വിമാനത്തിനായി തിരച്ചിൽ നടത്തിയ ഔദ്യോഗിക സംഘത്തിൽ വാൻസ് അംഗമായിരുന്നില്ല. ലഭിച്ച വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നടത്തിയ വിശദ പഠനമാണ് തന്നെ നിഗമനത്തിലെത്തിച്ചതെന്നാണ് വാൻസ് അവകാശപ്പെടുന്നത്. വിമാനം കടലിൽ ഇറങ്ങുന്ന സമയത്ത് ചിറകിലെ ഫ്ലാപ്പുകൾ താഴ്ത്തിയ നിലയിലായിരുന്നു. മാത്രമല്ല, കുറഞ്ഞ വേഗത്തിലാണ് വിമാനം സമുദ്രത്തിലിറങ്ങിയത്. ഇതെല്ലാം ആരോ ബോധപൂർവ്വം വിമാനം കടലിലിറക്കുകയായിരുന്നു എന്നതിന്റെ സൂചന നൽകുകയും ചെയ്തിരുന്നു. അല്ലാതെ സ്വാഭാവികമായി കാര്യങ്ങൾ സംഭവിക്കുകയുമില്ല. വിമാനത്തിന്റെ ചിറകിലെ ഫ്ലാപ്പുകൾ താഴ്ത്തണമെങ്കിൽ പൈലറ്റുമാർ ആരെങ്കിലും ചെയ്താലേ സാധിക്കൂ. ക്യാപ്റ്റൻ സഹരി അഹമ്മദ് ഷായോ സഹ പൈലറ്റ് ഷാരിഖ് അബ്ദുൽ ഹാമിദിയോ ആയിരിക്കാം ഇത് ചെയ്തത്. ക്യാപ്റ്റൻ ഷായിയാണ് താൻ കൂടുതൽ സംശയിക്കുന്നതെന്നും വാൻസ് പറയുന്നു. എന്നാൽ ഈ നിഗമനങ്ങളിലെത്താൻ പ്രാപ്തമല്ല ലഭിച്ച തെളിവുകളെന്നാണ് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ മുൻ തലവൻ മാർട്ടിൻ ലുഡോലന്റെ പ്രതികരണം. മലേഷ്യൻ വിമാനം തകർന്നു വീണതെന്ന് കരുതാവുന്ന 2 സ്ഥലങ്ങളുടെ വിവരങ്ങൾ കാർഡിഫ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഉസാമ ഖാദിരി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒന്ന് മഡഗാസ്കറിനടുത്തും രണ്ടാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കേ ഭാഗത്തുമാണ്. 2014 മാർച്ച് 8 പുലർച്ചെ 12:14 മലേഷ്യൻ എയർലൈൻസ് MH370യുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. മലാക്ക കടലിടുക്കിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത് തന്നെ. ശുഭരാത്രി മലേഷ്യൻ 370 എന്നായിരുന്നു വിമാനത്തിൽ നിന്നും ലഭിച്ച അവസാന സന്ദേശം എന്നത്. ഇത് പൈലറ്റാണോ സഹ പൈലറ്റാണോ പറഞ്ഞതെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടും വിമാനം 7 മണിക്കൂറോളം പറന്ന് ഇന്ധനം തീർന്ന ശേഷമാണ് കടലിൽ പതിച്ചതെന്നാണ് നിഗമനം. ഇതാണ് തിരച്ചിൽ വളരെയേറെ ദുഷ്കരമാക്കിയത് തന്നെ. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം ഒരു വലിയ ദുരൂഹതയുടെ പുകമറ തന്നെ മാറുകയാണ്. എന്നാൽ ഇനിയും ബാക്കി നിൽക്കുന്നു പല ചോദ്യങ്ങൾ. അതിനായി പല ഉത്തരങ്ങളും ബാക്കിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.